എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ. ഓരോ പ്രഭാതങ്ങളിലും യേശുവിൻ്റെ കൂടെ സമയം ചെലവഴിച്ച് ആരംഭിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാണ്. ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്ന എത്ര ശുഭവും മനോഹരമാണ്. എങ്ങനെ നമ്മൾ സഹോദരങ്ങളായി, എങ്ങനെ നമ്മൾ ഒരു കുടുംബമായി, സ്വർഗത്തിലും ഭൂമിയിലുള്ള സകല കുടുംബങ്ങൾക്കും പേര് വരുവാൻ കാരണഭൂതനായ പിതാവ് അങ്ങനെ നമ്മെ സഹോദരി സഹോദരന്മാരാക്കി. ജീസസ് എവരിഡേ ശ്രദ്ധിക്കുന്ന എല്ലാവരും നമ്മൾ സഹോദരി സഹോദരന്മാരാണ്. നമ്മളൊരു കുടുംബമാണ്. എത്രയോ നാളുകളായി മുടങ്ങാതെ, ഒരു ദിവസം പോലും മുടങ്ങാതെ ഈ പ്രോഗ്രാം ശ്രദ്ധിക്കുന്നവരെ എനിക്കറിയാം. എങ്ങനെ അറിയാമെന്ന് വെച്ചാൽ, ഞാൻ കുറേ പേർക്ക് ഈ മെസ്സേജ് എല്ലാ ദിവസവും രാവിലെ അയക്കാറുണ്ട്. എനിക്ക് എൻ്റെ കയ്യിലുള്ള അഡ്രസ്സിൽ താല്പര്യമുള്ളവർക്ക്, അഥവാ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി. എല്ലാ ദിവസവും ഇങ്ങനെ മെസ്സേജ് വന്ന് ഞങ്ങളുടെ മൊബൈൽ നിറയുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങളത് നിർത്താം, കുഴപ്പമില്ല. ചില ദിവസം മെസ്സേജ് അയക്കാൻ ചിലപ്പോൾ വിദേശയാത്രയിലോ എങ്ങനെയെങ്കിലും മറ്റേതെങ്കിലും രാജ്യത്തിൻ്റെ ടൈമിലാകുമ്പോൾ, ഉറക്കം വേറെ സമയമൊക്കെ ആകുമ്പോൾ മെസ്സേജ് അയക്കാൻ വൈകുമ്പോൾ അപ്പോൾ ഒത്തിരി മെസ്സേജുകൾ വരും. ഇന്നത്തെ ജീസസ് എവരിഡേ കിട്ടിയില്ല എന്ന് പറഞ്ഞ് ജർമ്മനിയിൽ നിന്നും മറ്റു പല യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നൊക്കെ മെസ്സേജ് വരുമ്പോഴാണ് അറിയുന്നത് ഇതെല്ലാ ദിവസവും തന്നെ ഇത് കേട്ടിട്ടാണ് ഓരോ ദിവസവും ആരംഭിക്കുന്നത് എന്ന്. ഇങ്ങനെ കുറേ പേർ പല രാജ്യങ്ങളിലിരുന്ന് ഇത് കാണുന്നത് ഞങ്ങൾക്ക് വലിയൊരു അനുഗ്രഹമാണ്. നിങ്ങളുടെ ആവശ്യമാണ്, നിങ്ങളുടെ അത്യാവശ്യമാണ്. ഞങ്ങളുടെ നാവിൽ തക്ക സമയത്ത് പറയാനുള്ള വചനങ്ങൾ ദൈവം തരുന്നത്. ഞങ്ങൾക്കിത് പറയാൻ അറിയാവുന്നത് കൊണ്ടല്ല, പഠിപ്പിക്കാൻ കഴിവുള്ളത് കൊണ്ടല്ല. ഓരോ മനുഷ്യൻ്റെയും വിഷമങ്ങളും ആവശ്യങ്ങളും കർത്താവിനറിയാം. ആ വ്യക്തികൾക്ക് വേണ്ടി ഞങ്ങളെ കർത്താവിൻ്റെ നാവാക്കി മാറ്റുന്നു എന്ന് മാത്രം. ഇത് കഴിയുമ്പോൾ ഇത് ഞാൻ തന്നെ ഓർക്കാറുണ്ട്. ഇത് ഞാൻ എങ്ങനെ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു എന്ന് ഞാൻ തന്നെ അതിശയിക്കാറുണ്ട്. അതായത് ഞാൻ എനിക്ക് വേണ്ടിയല്ല, മറ്റാർക്കോ വേണ്ടി ഞാൻ സംസാരിച്ചതാണെന്ന് പിന്നത്തേതിൽ മനസ്സിലാക്കി എൻ്റെ നാവിനെ, ഞങ്ങളെ ഉപയോഗിച്ച ഈ മീഡിയ ഉപയോഗിച്ച ദൈവത്തെ ഞങ്ങൾ സ്തുതിക്കുന്നു. അതുകൊണ്ട് എല്ലാവരും ചേർന്ന്, ഒരു കുടുംബമായി ചേർന്ന് ഈ കൂട്ടായ്മ ജയകരമായി യേശുവിൻ്റെ വരവ് വരെയും കൊണ്ടുപോകാൻ നമുക്ക് കർത്താവിൽ ആശ്രയിക്കാം. സുവിശേഷം എല്ലായിടത്തും, യേശുവിൻ്റെ നാമം എല്ലായിടത്തും പരക്കട്ടെ, കർത്താവിൻ്റെ നാമം ഉയരട്ടെ. പാതാള ഗോപുരം ജയിക്കാത്ത ഒരു ദൈവസഭ യേശുവിൻ്റെ നാമത്തിൽ ഉയർന്നു വരുവാൻ, ഭൂമി മുഴുവൻ അത് സംഭവിക്കാൻ ഒരുമിച്ച് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം, ചേർന്ന് പാടി യേശു കർത്താവിനെ ആരാധിക്കാം. യേശുവെ പോലെയാകുവാൻ, യേശുവിൻ വാക്കു കാക്കുവാൻ, യേശുവെ നോക്കി ജീവിപ്പാൻ ഇവയെ കാംക്ഷിക്കുന്നു ഞാൻ. യേശുവെ നോക്കി ജീവിപ്പാൻ ഇവയെ കാംക്ഷിക്കുന്നു ഞാൻ. ഉറപ്പിക്കുന്നേ എൻ താതാ, നിറയ്ക്ക എന്നെ ശുദ്ധാത്മാ, ശുദ്ധൻ മഹത്വത്താലെ ഞാൻ മുറ്റും നിറഞ്ഞു ശോഭിപ്പാൻ. ക്രിസ്തൻ മഹത്വത്താലെ ഞാൻ മുറ്റും നിറഞ്ഞു ശോഭിപ്പാൻ. യേശുവെ പോലെ താഴുവാൻ, യേശുവിൻ കൂടെ വാഴുവാൻ, യേശുവിൽ നിത്യം ചേരുവാൻ ഇവയെ കാംക്ഷിക്കുന്നു ഞാൻ. യേശുവിൽ നിത്യം
യേശുവെ നോക്കി ജീവിപ്പാൻ ഇവയെ കാക്ഷിക്കുന്നു ഞാൻ. യേശുവെ നോക്കി ജീവിപ്പാൻ ഇവയെ കാക്ഷിക്കുന്നു ഞാൻ. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ 22-ാമത്തെ വാക്യം ഇന്ന് നമുക്ക് വായിക്കാനുണ്ട്. ഇസ്രായേൽ പുരുഷന്മാരെ, ഈ വചനം കേട്ടുകൊള്ളുവിൻ. നിങ്ങൾ തന്നെ അറിയുന്നത് പോലെ ദൈവം അവനെക്കൊണ്ട് നിങ്ങളുടെ നടുവിൽ ചെയ്യിച്ച ശക്തികളും അത്ഭുതങ്ങളും അടയാളങ്ങളും കൊണ്ട് ദൈവം നിങ്ങൾക്ക് കാണിച്ചു തന്ന പുരുഷനായി നസറേയനായ യേശുവിനെ ദൈവം തൻ്റെ സ്ഥിരനിർണയത്താലും മുന്നറിവിനാലും ഏൽപ്പിച്ചിട്ട് നിങ്ങൾ അവനെ അധർമ്മികളുടെ കയ്യാൽ തറുപ്പിച്ചു കൊന്നു. ഇസ്രായേൽ പുരുഷന്മാരെ എന്ന് വിളിച്ചുകൊണ്ട് പത്രോസ് ട്യൂൺ മാറ്റുകയാണ്. ഇതുവരെയും പ്രവചനങ്ങളെക്കുറിച്ചും ഞങ്ങൾ ലഹരി പിടിച്ചവരല്ല, ഇത് പരിശുദ്ധാത്മാവിൻ്റെ ആലോചനയാണ് എന്ന് പറഞ്ഞ ഉടനെ അടുത്ത രീതിയിലേക്ക് പത്രോസ് തിരിയുകയാണ്. ഇപ്പോൾ കാണുന്നത് ഒരു ശീമോനെയല്ല, ഉറച്ച സ്വരത്തോടെ അധികാരത്തോടെ ഇസ്രായേലിൻ്റെ മുൻപിൽ എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു അധികാരമുള്ള ഒരു ദൈവപുരുഷനായിട്ട് പത്രോസ് നിൽക്കുകയാണ്. പാപിയായ മനുഷ്യൻ, എന്നെ വിട്ട് പോകണമേ എന്ന് പറഞ്ഞ ശീമോനല്ല ഈ കാണുന്നത്. നീ പത്രോസാകുന്നു. ഈ വെളിപ്പാടിൻ്റെ മേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന വെളിപ്പാട്, ആ വെളിപ്പാട് പറഞ്ഞത് പത്രോസാണ്. നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു. യേശു ജീവിച്ചിരിക്കുമ്പോൾ, മനുഷ്യനെ പോലെ നടക്കുമ്പോൾ പത്രോസ് യേശുവിനെ വ്യക്തമായി മനസ്സിലാക്കി. അതിൻ്റെ പേരാണ് വെളിപ്പാട്, മറ നീക്കി കാണുക. യേശുവിനെ കാണുമ്പോൾ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനെന്ന് യേശുവിനെ കാണുന്നവർക്ക് പറയാൻ പറ്റുന്നില്ല. ജോസഫിൻ്റെ മോനല്ലേ, മറിയ ഇവൻ്റെ അമ്മയല്ലേ, ഇവൻ ഒരു ആശാരിയല്ലേ, ഇവൻ നസ്രയത്തുകാരനല്ലേ, നസ്രയത്തിൽ നിന്ന് എന്ത് നന്മ വരാനാണ് എന്ന് പറയുന്ന സമയത്താണ് ശീമോൻ പറയുന്നത്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു. അന്നാണ് യേശു ആദ്യമായിട്ട് ശീമോനോട് പറയുന്നത്, നീ പത്രോസാകുന്നു. എവിടെ യേശുവിനെ വ്യക്തമായി മനസ്സിലാക്കുന്നുവോ അന്നു മുതൽ അനേകർ പത്രോസുമാരായി മാറും, ഉറപ്പുള്ളവരായി മാറും. ആടുന്നവരല്ല, കുലുങ്ങുന്നവരല്ല, പിന്മാറുന്നവരല്ല, ധൈര്യമുള്ളവരായി മാറും, ഉറപ്പുള്ളവരായി മാറും. ഇന്ന് ഇത് കേൾക്കുന്ന പലരും യേശുവിനെ യേശു ആയിരിക്കുന്നത് പോലെ മനസ്സിലാക്കിയാൽ പാതാള ഗോപുരം ജയിക്കാത്ത ഒരു ജയാളിയായി നീ എഴുന്നേറ്റ് വരും. നിന്നെ കൊണ്ട് കർത്താവ്, നീ പറയുന്ന വാക്കുകൾ കൊണ്ട് കർത്താവ് സഭയെ പണിയിക്കും. നിന്റെ വാക്കുകൾ, ദൈവം വാക്കുകൾ കൊണ്ടാണ് ഭൂമിയെ സ്ഥാപിച്ചത്. പത്രോസ് ഇപ്പോൾ പറഞ്ഞ വാക്കുണ്ട്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു. ആ ഒരൊറ്റ വാക്കാണ് യേശുവിനെ ചലിപ്പിച്ചത്. നീ ഇപ്പോൾ പത്രോസാണ്. പാതാള ഗോപുരം ഈ വാക്കുകളെ ജയിക്കാൻ കഴിയില്ല. ഈ വാക്കുള്ളവരെല്ലാം പാതാള ഗോപുരത്തെ ജയിച്ചിരിക്കും. ഈ വാക്കുകൾ ഉള്ളവരെല്ലാം സഭയായിരിക്കും. ഈ വാക്കുകൾ ഉള്ളവരെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല. എന്ത്? യേശു ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനാണ്. യേശു ജനിച്ചു, യേശു ക്രൂശിൽ മരിച്ചു എന്ന് പറയുന്ന ജനലക്ഷങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അവർ ക്രിസ്മസും ഈസ്റ്ററും എല്ലാം ആഘോഷിക്കുന്നുണ്ട്. അപ്പവും കള്ളും എല്ലാ വീട്ടിലുമുണ്ട്. എന്നാൽ ഈ നൂറുകണക്കിന് ലക്ഷക്കണക്കിന് ഈ ക്രിസ്മസും ഈസ്റ്ററും ആഘോഷിക്കുന്ന പലർക്കും ഇന്ന് വരെ യേശു ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവെന്ന് ഏറ്റുപറയാൻ കഴിഞ്ഞിട്ടില്ല. യേശുവിനെ ക്രിസ്തുവെന്ന് ഏറ്റുപറയണം. യോഹന്നാൻ 9 പറയുന്നു, യേശുവിനെ ക്രിസ്തുവെന്ന് ഏറ്റുപറയുന്നവർ പള്ളി ഭ്രഷ്ടരാകണമെന്ന് യഹൂദന്മാർ കൽപ്പിച്ചിരുന്നു. അതുകൊണ്ട് യേശുവിനെ ക്രിസ്തുവെന്നാരും പറയില്ല.
പറയാൻ അവർക്ക് പേടിയായിരുന്നു. അങ്ങനെ പറഞ്ഞവർ പത്രോസുമാരായി മാറി, ഉറപ്പുള്ളവരായി മാറി, കുലുങ്ങാത്തവരായി മാറി. മഗ്ദലക്കാരിയ മറിയ പോലും പാപങ്ങളുടെ പ്രതിനിധിയാണ് അവൾ. അങ്ങനെയുള്ള ആയിരക്കണക്കിന് പേർ യേശുവിനെ ക്രിസ്തുവെന്ന് ഏറ്റു പറഞ്ഞു. യേശു എന്ന് വിളിച്ചാൽ അവർക്ക് കുഴപ്പമില്ല, നസ്രേത്തുകാരനായ യേശുവെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. ബർത്തിമായി കുരുടനാണ്, വഴിയരികെ ഭിക്ഷയാചിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശു ആ വഴി പോയി. അവൻ കാര്യം തിരക്കി, അവന് കാഴ്ചയില്ല. പോകുന്ന ആൾക്കാരോട് ചോദിച്ചത്, എന്താണ്, ആരാണ് ഈ പോകുന്നത്, എന്തൊരു തിരക്കാണ് റോട്ടിൽ. അപ്പോൾ ആരോ പറഞ്ഞു, നസ്രേനായ യേശുവാണ് ആ പോകുന്നത്. ഉടനെ ബർത്തിമായി നസ്രേനായ യേശുവേ എന്ന് വിളിച്ചില്ല, ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ. അതിൻ്റെ അർത്ഥം, ദാവീദിന്റെ സിംഹാസനത്തിലേക്ക് ഒരുവൻ വരും, അവൻ രാജാവാണ്, അവന്റെ രാജ്യത്തിന് അവസാനമുണ്ടാകില്ല. കണ്ണിന് കാഴ്ചയില്ലെങ്കിലും അവന് ചെവിക്ക് നല്ല കേൾവിയാണ്. കൊച്ചുനാളിലെ വീട്ടിലും മറ്റുള്ളവരും ദേവാലയത്തിലൊക്കെ വായിച്ചു കേട്ടിട്ടുള്ള ദൈവവചനത്തിൽ നിന്ന് ചില നുറുങ്ങുകൾ അവന് കിട്ടി. എന്താണ്? യേശു ക്രിസ്തു, ഈ ഭൂമിയിലേക്ക് വരുന്ന യേശു ക്രിസ്തുവാണെന്നുള്ള വെളിപ്പാട് കണ്ണുള്ളവർക്ക് അത് കാണാനോ കേൾക്കാനോ കഴിഞ്ഞില്ല. എന്നാൽ കണ്ണില്ലാത്ത ഈ കുരുടന് യേശു ആരെന്ന് മറനീക്കി കാണുന്ന ഒരു കാഴ്ചപ്പാടുണ്ടായി. പുറം കണ്ണ് തുറന്നതല്ല, എന്നാൽ അവൻ്റെ അകത്തെ കണ്ണ് തുറന്നതാണ്. പുറത്തെ കണ്ണ് തുറക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ് അകത്തെ കണ്ണ് തുറന്നു വരുന്നത്. അങ്ങനെ ഈ ജനങ്ങൾ കടന്നു പോകുമ്പോൾ ബർത്തിമായി ഉറക്കെ വിളിച്ചു, ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണേ. രണ്ടാമത് ഉറക്കെ വിളിച്ചപ്പോൾ യേശു അവിടെ നിന്നു, അവനെ വിളിക്കാൻ പറഞ്ഞു. ഇത്രയും ജനങ്ങളെ ആരവാരവത്തിന്റെ ഇടയിലും യേശുവിനെ ക്രിസ്തുവെന്ന് ആരെങ്കിലും ഏറ്റു പറഞ്ഞാൽ ഉടനെ യേശു അവിടെ നിൽക്കും. യേശുവിനെ കുലുക്കുന്ന ഒരൊറ്റ കാര്യം, യേശുവിനെ കർത്താവും രക്ഷകനുമായി ആര് ഏറ്റുപറയുന്നു ഉടനെ യേശു ചലിക്കും. യേശു അവിടെ നിന്നു, അവനെ വിളിപ്പിൻ. ബർത്തിമായി അവിടെ കൊണ്ടുവന്നു. ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? അവൻ ഏറ്റവും വിലയേറിയ കാര്യം ചോദിച്ചു. ഭൂമിയിലെ ഒരു രാജാവിനോട് ചോദിക്കാത്ത കാര്യം യേശുവിനോട് ചോദിച്ചു. ഒരിക്കൽ ഇസ്രായേലിലെ രാജാവിൻ്റെ അടുക്കൽ നയമാൻ എന്ന കുഷ്ഠരോഗി വന്നിട്ട് പറഞ്ഞു, അരാം രാജാവ് നിന്റെ അടുക്കൽ എന്നെ വിട്ടിരിക്കുകയാണ് എന്നെ സൗഖ്യമാക്കാൻ. ഇസ്രായേൽ രാജാവ് വസ്ത്രം കീറി, എനിക്ക് പറ്റാത്ത കാര്യം ചെയ്യിക്കാനായിട്ട് എന്നോട് വഴക്കുണ്ടാക്കാനാണല്ലോ ഈ വന്നിരിക്കുന്നത്. ഉടനെ ഏലീശ ആളെ വിട്ടു. എന്തിനാണ് രാജാവെ വസ്ത്രം കീറിയത്? അവനെ എൻ്റെ അടുക്കലേക്ക് വിട്. അങ്ങനെ ഏലീശ യോർദാനിൽ പോയി 7 പ്രാവശ്യം മുങ്ങാൻ നയമാനോട് പറയുന്നു. അങ്ങനെ അവൻ മുങ്ങുന്നു. ദൈവത്തിൻ്റെ നാമത്തിൽ അവൻ സൗഖ്യമാകും. ഇതൊരു ചരിത്രമാണ്. അപ്പോൾ യേശു ഈ ബർത്തിമായോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? അവന് അറിയാം യേശു ഒരു മനുഷ്യനല്ല, യേശു വെറും ഒരു രാജാവല്ല, യേശു രാജാതി രാജാവാണ്. യേശുവിനോട് എന്തും ചോദിക്കാം. ഭൂമിയിലെ രാജാക്കന്മാരോട് ചോദിക്കാനാണെങ്കിൽ അവരുടെ ധനത്തിനൊത്തവണ്ണം ചോദിക്കാം. എന്നാൽ സ്വർഗത്തിലും ഭൂമിയിലെ രാജാവായവനോടോ, യഹൂദന്മാരുടെ രാജാവായി പിറന്നവനോടോ എങ്ങനെ ചോദിക്കണം? ചോദിച്ചതിലും നനച്ചതിലും അത്യന്തപരമായി തരുന്നവൻ. കർത്താവേ, എനിക്ക് കാഴ്ച വേണം. ഭൂമി ഉണ്ടായിട്ട് ഇന്ന് വരെ ആരും ആരോടും ചോദിക്കാത്ത, ഒരു രാജാവിനോടും ആരും ചോദിക്കാത്ത, ഒരു വൈദ്യനോട് പോലും ആരും ചോദിക്കാത്ത ഒരു കാര്യം അവൻ യേശുവിനോട് ചോദിച്ചു. ഏറ്റവും ബെസ്റ്റ് ചോദിച്ചു. അവൻ്റെ ലൈഫിൽ വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ടത് ചോദിച്ചു. എനിക്ക് കാഴ്ച വേണം. യേശു പറഞ്ഞു, അത് പ്രയാസമുള്ള കാര്യമാണ് മോനെ എന്ന്. ഇല്ല, നിന്റെ വിശ്വാസം പോലെ നിനക്ക് ഭവിക്കട്ടെ. ഉടനെ അവൻ കാഴ്ച പ്രാപിച്ച് അവൻ വീണ്ടും മടങ്ങിപ്പോയി ആ യെരിഹോവിൻ്റെ സൈഡിലുള്ള
ആ വഴിയിൽ ഭിത്തിയെ ചാരി പുതപ്പ് മൂടി ഭിക്ഷാടകനായിട്ടിരുന്നു എന്നല്ല അവിടെ വായിക്കുന്നത്. അവൻ കാഴ്ച പ്രാപിച്ച് യേശുവിനെ അനുഗമിച്ചു. ചരിത്രം പറയുന്നത് 120 പേര് മാളിക മുറിയിൽ കൂടിയിരുന്ന സംഘത്തിൽ ഈ ബർത്തിമായിയും ഉണ്ട്. അവൻ സൗഖ്യമായെന്ന് മാത്രമല്ല, യേശുവിൻ്റെ ഏറ്റവും നല്ല നമ്പർ 1 ശിഷ്യനായി മാറി. അവൻ്റെ ദാരിദ്ര്യം മാറി, അവൻ്റെ നിന്ദ മാറി, അവൻ്റെ സ്ഥലം മാറി, ഇരിക്കുന്ന സ്ഥലം മാറി. ഇപ്പോൾ ഇരിക്കുന്ന മർക്കോസിൻ്റെ മാളിക മുറിയിലാണ്. യേശു ഈ 120 പേരെയും രാജ്യങ്ങളിലേക്ക് അയച്ചപ്പോൾ യെരിഹോവിൻ്റെ തെരുവിൽ ഒരു റോട്ടിൽ മാത്രം ജീവിതം തീർക്കേണ്ടവൻ ഭൂമിയിൽ ഏതോ ഒരറ്റത്തേക്ക് പത്രോസിനെ പോലെ തോമസ് അപ്പോസ്തലനെ പോലെയൊക്കെ യാത്ര ചെയ്തതായിട്ടാണ് ചരിത്രം പറയുന്നത്. എങ്ങനെ സംഭവിച്ചു? യേശുവിനെ ക്രിസ്തു എന്ന് അവൻ ഏറ്റുപറഞ്ഞു. ദാവീദ് പുത്ര എന്നാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മൾ യേശുവിനെ ആയിരിക്കുന്നത് പോലെ ഒന്ന് മനസ്സിലാക്കിയാൽ അവിടം കൊണ്ട് ജീവിതം ഒരടുത്ത നിലയിലേക്ക് ഷിഫ്റ്റ് ആകുകയാണ്. ഇവിടെ നമ്മൾ വായിച്ചത്, ഇസ്രായേൽ പുരുഷന്മാരെ, എൻ്റെ വചനം കേട്ടുകൊള്ളുവിൻ. നിങ്ങൾ തന്നെ അറിയും പോലെ ദൈവം അവനെ കൊണ്ട് നിങ്ങളുടെ നടുവിൽ ചെയ്യിച്ച ശക്തികളും അത്ഭുതങ്ങളും അടയാളങ്ങളും കൊണ്ട് ദൈവം നിങ്ങൾക്ക് കാണിച്ചു തന്ന പുരുഷൻ. ദൈവം ചെയ്യിച്ച അത്ഭുതങ്ങൾ. അപ്പോൾ ദൈവത്തിന് ഭയങ്കര ആഗ്രഹമാണ്, ദൈവത്തിന് വേണ്ടി ഒരു പുരുഷൻ നിന്നാൽ അവനെ കൊണ്ട് ദൈവം അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യിക്കും. അപ്പോൾ ദൈവമാണ് യേശുവിനെ ഉപയോഗിച്ചത്. അതുകൊണ്ട് യേശു പറഞ്ഞത്, എൻ്റെ പിതാവ് അറിയാതെ എനിക്കൊന്നുമില്ല. എൻ്റെ പിതാവ് പ്രവർത്തിക്കുന്നു, ഞാനും പ്രവർത്തിക്കുന്നു. ഞാനായിട്ട് എഫർട്ട് എടുത്ത് ഒന്നും ചെയ്യുന്നില്ല. ഞാൻ ആരെയും സൗഖ്യമാക്കുന്നില്ല. എൻ്റെ പിതാവ് മരിച്ചവരെ ഉയർപ്പിക്കുന്നു, ഞാനും മരിച്ചവരെ ഉയർപ്പിക്കുന്നു. എങ്ങനെയാണ് പിതാവ് മരിച്ചവരെ ഉയർപ്പിക്കുന്നത്? പിതാവ് പറഞ്ഞു, മോനെ ലാസറിനെ എനിക്ക് ഉയർപ്പിക്കണം, നീ അങ്ങോട്ട് ചെന്നാൽ മതി, കല്ലുരുട്ടി മാറ്റാൻ പറഞ്ഞാൽ മതി, ബാക്കി ഞാൻ ഏറ്റു. സിമ്പിൾ. അതുകൊണ്ടാണ് ലാസറിൻ്റെ കല്ലറക്കൽ നിന്നുകൊണ്ട് യേശു പറഞ്ഞു, പിതാവേ നീ എൻ്റെ എല്ലാ അപേക്ഷകളും കേൾക്കുന്നു എന്നുള്ളത് ഇവരറിയേണ്ടതിന് ഇവരുടെ നിമിത്തം പറയുന്നു, ലാസറെ പുറത്തു വാ. ഉടനെ പിതാവ് തൻ്റെ ശക്തിയാൽ ആ കല്ലറയിലുള്ളവനെ ജീവിപ്പിച്ചു. ഇത് തന്നെയാണ് ദൈവം നമ്മെ കൊണ്ടും ഇതുപോലെയാണ് ചെയ്യിക്കുന്നത്. നാം യേശുവിന് പകരം ഒരു സ്ഥാനാധിപതിയായിട്ട് നിന്നാൽ മതി. സ്വർഗത്തിൻ്റെ സ്ഥാനാധിപതി, പിതാവ് ആക്കിയിരിക്കുന്ന സ്ഥാനത്ത്, ആ റോളിൽ, ആ ഓഫീസിൽ നിന്നാൽ മതി. പ്രവാചകനാണോ, പ്രവാചകന്റെ ഓഫീസിൽ. ഒരു അപ്പോസ്തലനാണോ, ആ അനുഭവത്തിൽ. എന്താണോ അതിൽ നിന്നാൽ മതി. ഒരു പ്രവാചകൻ പാസ്റ്റർ ആകാൻ കിടന്ന് വിശ്രമിക്കേണ്ട. ഒരു പാസ്റ്റർ പ്രവാചകനാകാനും പണിപ്പെടണ്ട. ഓരോരുത്തരും അവനവന് അളവ് പോലെ ദൈവം പങ്കിട്ട് കൊടുത്തിട്ടുണ്ട്. നിനക്കുള്ളത് അതിൽ നിന്നാൽ ദൈവം നിന്നെ ഒരു അത്ഭുത ഉപകരണമാക്കി മാറ്റും. ദൈവം യേശുവിനെ ഉപകരണമാക്കി എന്നാണ് നമ്മളവിടെ വായിക്കുന്നത്. യേശുവിനെ പിതാവ് മുഴുസമയവും തൻ്റെ അത്ഭുത ഉപകരണമാക്കി അസാധാരണമായ നിലയിൽ ഉപയോഗിച്ചു. കാൽവരി ക്രൂശിൽ യേശു പിതാവിൻ്റെ കയ്യിലോട്ട് സ്വന്തം ജീവനെ ഏൽപ്പിച്ചു കൊടുത്തു. പിന്നീട് നമ്മൾ വായിക്കുന്നു, ക്രിസ്തുവിനെ മരിച്ചവൻ ഉയർപ്പിച്ചവൻ അതേ ആത്മാവ് നമ്മുടെ മർത്തിയ ശരീരങ്ങളെ പിതാവിൻ്റെ ആത്മാവ് ഉയർപ്പിക്കും. പിതാവിൻ്റെ ആത്മാവ് യേശുവിനെ ഉപയോഗിച്ചത് പിതാവിൻ്റെ ആത്മാവ്. അതേ ആത്മാവാണ് അപ്പോസ്തല പ്രവൃത്തി 2 ഇറങ്ങി വന്നത്. ആത്മാവിൽ നിറഞ്ഞുകൊണ്ടാണ് പത്രോസ് ധൈര്യത്തോടെ, പത്രോസ് എന്ന പദവിയിൽ നിന്നുകൊണ്ട്, ശിമോനല്ല പത്രോസ്, ഉറപ്പുള്ളവൻ, കുലുങ്ങാത്തവൻ, പാറക്കഷണം പോലെ. എവിടേക്ക് എറിയുന്നുവോ അവിടെ നിന്ന് പോകില്ല, അവിടെ കിടക്കും, അവിടെ നിന്ന് ഓടിപ്പോകില്ല. ബാക്കിയെല്ലാം പറന്നു പോകും. ഏതെങ്കിലും കാറ്റടിക്കുമ്പോൾ ഒരു കല്ല് എവിടെയെങ്കിലും എടുത്ത് എറിഞ്ഞാൽ അത് അവിടെ കിടക്കും. ഇതാണ് പാറക്കഷണം. പെട്ര എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ആ സ്ഥലത്ത്
ജോർദാനൊക്കെ അടുത്തായിട്ട്. പെട്ര, മനോഹരമായ ഒരു സ്ഥലം, മുഴുവൻ പാറകളാണ്. മനോഹരമായ ചുവന്ന നിറത്തിലുള്ള പാറകൾ കൊണ്ട് അതിൻ്റെ ഉള്ളിലോട്ട് പോകുമ്പോൾ ലോക അതിശയങ്ങളിൽ ഒരു അതിശയം അവിടെയുണ്ട്. പാറയിൽ കൊത്തിയിരിക്കുന്ന കുറേ കൊത്തുപണികൾ. ആ സ്ഥലത്തെ വിളിക്കുന്നതാണ് പെട്ര, പാറ. അതുപോലെ ഉറപ്പിക്കും. യേശുവിനെ അറിയേണ്ടതുപോലെ അറിഞ്ഞാൽ ഈ ഭൂമിയിൽ ഏറ്റവും ഉറപ്പുള്ള വ്യക്തിയാക്കി ദൈവം നിന്നെ മാറ്റും. പത്രോസ് എന്ന വാക്കിന്റെ അർത്ഥം അതാണ്. ഒരിക്കലും ഉറപ്പില്ലാത്തവനെ ഏറ്റവും ഉറപ്പുള്ള, കുലുങ്ങാത്ത വ്യക്തിയാക്കി മാറ്റും. അങ്ങനെയാണ് പത്രോസ് അവിടെ നിന്നത്. നമുക്കിന്ന് പ്രാർത്ഥിക്കാം. ഇന്ന് ഏതൊക്കെയോ വിഷയത്തിൽ മനസ്സ് ചഞ്ചലിക്കുന്നുണ്ടെങ്കിൽ യേശു ആയിരിക്കുന്നത് പോലെ യേശുവിനെ മനസ്സിലാക്കാൻ കർത്താവ് കൃപ തരട്ടെ. യേശു കൂടെ ഉള്ളപ്പോൾ പത്രോസ് അത്രയും മനസ്സിലാക്കിയില്ല. എന്നാൽ യേശു ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞപ്പോൾ, ശീമോൻ പഴയ വ്യക്തിയല്ല. ഇസ്രായേൽ പുരുഷന്മാരെ എന്ന് വിളിച്ചുകൊണ്ട് ധൈര്യത്തോടെ ജനങ്ങളുടെ നടുവിൽ നിൽക്കത്തക്ക തൻ്റെ ഇടമുള്ളവനായി അവൻ തീർന്നു. പ്രാർത്ഥിക്കാം. യേശുവേ, ഇത് കേൾക്കുന്ന ഓരോ വ്യക്തികളും കുലുങ്ങാത്തവരും ഉറപ്പുള്ളവരും, ഒരു പെട്ര പോലെ, പാറ പോലെ ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കുന്നവരുമായി തീരത്തക്ക രീതിയിൽ ഈ കേൾക്കുന്ന വചനങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ക്രിയ ചെയ്യട്ടെ. ഇവരെന്ന് കടന്നു പോകുന്ന ആടുന്ന സാഹചര്യങ്ങൾ, കടങ്ങൾ വരുമ്പോൾ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ആത്മഹത്യ ചെയ്യേണ്ടി വരുമോ എന്നുള്ള പേടികൾ മാറിപ്പോകട്ടെ. എല്ലാ കടക്കണിയിൽ നിന്ന് അവർ പുറത്തു വരട്ടെ. ജപ്തികളിൽ നിന്ന് പുറത്തു വരട്ടെ. സാമ്പത്തിക പ്രതിസന്ധികളിൽ നിന്ന് പുറത്തു വരട്ടെ. എല്ലാ മാനസിക പ്രശ്നങ്ങളിൽ നിന്നും പുറത്തു വരട്ടെ. എല്ലാ ഭയങ്ങളിൽ നിന്നും പുറത്തു വരട്ടെ. കുടുംബത്തിൽ വന്നിരിക്കുന്ന വലിയ തകർച്ചകളിൽ നിന്ന് പുറത്തു വരട്ടെ. തലമുറയെക്കുറിച്ചുള്ള വലിയ ആകുല ചിന്തകളിൽ നിന്ന് പുറത്തു വരട്ടെ. ഉറപ്പുള്ളവരായി മാറട്ടെ. ബർത്തിമായിയെ പോലെയായി മാറട്ടെ. യേശുവിനെ യേശുവായി, സാക്ഷാൽ ക്രിസ്തുവായി മനസ്സിലാക്കി ക്രിസ്തുവിലുള്ള അനുഗ്രഹങ്ങളെ ചോർത്തിയെടുത്ത ബർത്തിമായിയെ പോലെ ഇത് കേൾക്കുന്ന ഓരോ വ്യക്തികളുമായി തീരട്ടെ. അനുഗ്രഹിക്കും. സൗഖ്യങ്ങൾ നടക്കട്ടെ. വലിയ സമാധാനം ഇവരുടെ ഹൃദയത്തിലേക്ക് ഒഴുകട്ടെ. വീടുകൾക്ക് ഐശ്വര്യമുണ്ടാകട്ടെ. എല്ലാ പ്രാർത്ഥനകൾക്കും മറുപടി ഉണ്ടാകട്ടെ. വാഗ്ദത്തങ്ങൾക്കെല്ലാം നിവർത്തിയുണ്ടാകട്ടെ. വചനമെല്ലാവരിലും ക്രിയ ചെയ്യട്ടെ. യേശുവിൻ നാമത്തിൽ ആമേൻ. പരിശുദ്ധാത്മാവ് ഓരോരുത്തരെ സഹായിക്കട്ടെ. നമ്മുടെ ഉപവാസ പ്രാർത്ഥന തുടരുകയാണ്. ഇന്ന് രണ്ടാമത്തെ ദിവസമാണ്, വെള്ളിയാഴ്ച. നാളെ ഉപവാസ പ്രാർത്ഥന പകൽ മീറ്റിങ്ങോടെ തീരുകയാണ്. വൈകിട്ട് സമയങ്ങളിൽ മീറ്റിംഗ് ഇല്ല, പകൽ മാത്രമേ നമുക്ക് പ്രാർത്ഥനയുള്ളൂ. നാളെ ശനിയാഴ്ച. എല്ലാ പ്രിയപ്പെട്ടവരും ഈ ഉപവാസ പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ വരണം. ഇന്നും എല്ലാവരും കടന്നു വരിക. ഗോഡ് ബ്ലസ് യു. കർത്താവ് നാളെ നമുക്ക് ഒരുമിച്ച് കാണാൻ ഇനിയും കൃപ തരട്ടെ. ആമേൻ.